പറഞ്ഞാൽ എനിക്ക് മൈര അത്ര രേണുകുറുനരി എന്ന് പറയുന്നത് സ്വർണ്ണ പോലീസാണോ? ഇത് ചേച്ചി മേടിച്ചതല്ലേ? എത്ര രൂപ? ചേച്ചിയെ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ ഈ ചേച്ചിയെ, സ്വർണം കട്ടത് ആരപ്പ, രേഷ്മയോ അതോ ചേച്ചിയോ? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. രേണു സുധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രേഷ്മ പി തങ്കച്ചൻ പപ്പയുടെ മുഖംമൂടി ഓരോ ദിവസം കഴിയും തോറും ആളുകൾ വലിച്ചു കീറിക്കൊണ്ടിരിക്കുമെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ വന്നിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ പോലും രേഷ്മ ചേച്ചി സ്വർണം കടത്തിയതോ ആൾക്കാർ കടത്തിച്ചതോ ഒന്നിന്റെ ക്ലാരിറ്റി ഇങ്ങോട്ട് പുറത്തു വന്നിട്ടില്ല. എങ്കിലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കാം. എന്തായാലും ഇപ്പൊ നടന്നിട്ടുള്ളൊരു വിഷയം എന്ന് പറയുമ്പം രേഷ്മ ചേച്ചി 4 ആള് കൂടുമ്പോൾ അവിടെ കിടന്ന് പ്രഹസനങ്ങൾ കാണിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്നും കണ്ടുവരുന്ന ഒരു സംഭവം തന്നെ. ഇപ്പൊ പച്ചത്തെറി പുളിച്ചത്തെറിയും പറഞ്ഞുകൊണ്ട് രേഷ്മ ചേച്ചി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രേഷ്മ ചേച്ചിയുടെ ഒരു വീഡിയോ എന്തെങ്കിലും ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എങ്ങാനും വിട്ട് കഴിയുമ്പോൾ നല്ല രീതിക്ക് തന്നെ റീച്ച് ആവും, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. പക്ഷേ ഈ ഒരു വീഡിയോ റീച്ച് ആവുന്നത് സാധാരണ ആൾക്കാർ മാത്രമല്ല, കുട്ടികൾ ഉൾപ്പെടെയുള്ള കുറെ ആൾക്കാർ കാണുന്ന വീഡിയോ തന്നെ. അപ്പൊ ഇതിനകത്ത് വന്നിട്ട് ഇങ്ങനെ പച്ചത്തെറിയും പുളിച്ചത്തെറിയും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. മാകൂട്ടിയൊക്കെ ചേച്ചി ഇപ്പൊ വിളിക്കുന്നേ. ആൾക്കാർ പറയുന്ന വെള്ളം അടിച്ചിട്ട് എങ്ങാണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയേക്കുവാന്നാ. ഒന്നും നമുക്ക് അറിഞ്ഞൂടാ, വലുതായിട്ട് ക്ലാരിറ്റി സംഭവങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല. രശ്മി ചേച്ചിയുടെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും ഊഹിച്ചു പറയാനും ഒക്കത്തില്ല. എന്തായാലും കുട്ടികൾ കുറേ പേര് ഇതേപോലുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാ. പ്രത്യേകിച്ചും അതിനകത്തൊക്കെ വന്നിടന്ന് ഇങ്ങനെ തെറി പറയുന്നത് കേൾക്കാൻ വേണ്ടിയല്ല ആരും നെറ്റ് ചാർജ് ചെയ്തിട്ട് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയെങ്കിലും രശ്മി ചേച്ചി അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാം കേട്ടോ. ഒരു ബോധവും ഇല്ലാതെ ചേച്ചിക്ക് ഇതൊക്കെ പറയാൻ ആരാ അധികാരം തന്നെ? ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ വന്ന് കിടന്ന് അവിടെ ആള് നിൽക്കുന്നൊന്നും നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. മീഡിയക്കാരും ക്യാമറയും കണ്ടു കഴിഞ്ഞാൽ ആള് മൊത്തത്തിൽ അങ്ങ് മാറുക, തനി സ്വഭാവം അങ്ങ് പുറത്ത് വരിക. എത്രയൊക്കെ പിടിച്ച് നിർത്തിയ കഴിഞ്ഞാൽ ഉള്ളിലെ നാഗവല്ലി പുറത്ത് വരുമെന്ന് പണ്ട് നകുലും പറഞ്ഞത് കൂട്ട് തന്നെ രേഷ്മ ചേച്ചിയുടെ ഉള്ളിലെ രേണു സുധി എന്ന പഴയ ക്യാരക്ടർ പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ സൈഡിൽ വെച്ച് തരാം, നോക്കിക്കോ. രേണുകുറുനരി എന്ന് പറയുന്നത് ഇല്ല അങ്ങനെ പറഞ്ഞ എനിക്കും രാവിലെ ഞാൻ പറയുന്നത് എന്നുള്ള ഒറ്റയാണ്, സംസാരിച്ചില്ല. എനിക്ക് നോക്കിക്കോണേ, ചേച്ചിയുടെ അഹങ്കാരം അങ്ങ് പീക്ക് ലെവലിൽ നിൽക്കുക. 4 ക്യാമറ കാണുമ്പോൾ അവിടെ വന്ന് കാണിക്കുന്ന പ്രഹസനങ്ങളൊക്കെ എല്ലാവരും കണ്ടോണ്ടിരിക്കുക. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ചേച്ചി ഇനാഗ്രേഷൻ എന്നും പറഞ്ഞ് പോകുന്നു. ഇപ്പൊ ആൾക്കാർ പറയുന്ന ഗോൾഡ് കടത്താൻ വേണ്ടിയാന്നാ. പക്ഷെ അവിടെ പോകുന്ന ഒരു സമയത്ത് ഭയങ്കര സ്റ്റാൻഡേർഡ് കാണിച്ച അറബികളുടെ മുമ്പിലൊക്കെ ചേച്ചി നിൽക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ തനി സ്വഭാവം പുറത്തു വരിക, തനി സ്വഭാവം. ഈ പച്ച തെറിയൊക്കെ കേൾക്കാൻ വേണ്ടി കുട്ടികൾ ഓരോ ആൾക്കാർ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോഴും ഈ ചേച്ചിയുടെ ഈ തെറിവാക്കുകളാണ് മുമ്പിൽ വരുന്നത്. നെഗറ്റീവ് എന്തെങ്കിലും വരുന്നത്. ഇപ്പൊ ഈ മീഡിയക്കാരൻ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയാൽ പോലും ചേച്ചിക്ക് കമന്റ് വഴി ചേച്ചിയാണെങ്കിൽ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു കമന്റിന്റെ പേരാ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞിട്ടുള്ളത് ഇന്ന വേടാ. ആ ഒരു വേട് ഞാനത് ഗ്ലീപ്പ് സൗണ്ട് കൊടുത്ത് മാത്രമേ എടുത്തുള്ളൂ. കാരണം എൻ്റെ ചാനലിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് ഈ ചേച്ചിയുടെ ഡയലോഗ് ഇട്ടിട്ട് കളയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബോധവും ഇല്ലാതെ വലിയ സെലിബ്രിറ്റിയാണെന്ന് സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുവാന്നല്ലോ. എന്നിട്ട് അതിൻ്റെയെങ്കിലും ഒരു കൾച്ചർ കാണിക്കണ്ടേ? ഒരു സെലിബ്രിറ്റികൾ ഇങ്ങനെ വന്നിടന്ന് പച്ചത്തറി എന്ന് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ കാണുന്ന കുറേ അമ്മമാരുണ്ട്, എന്നെ മോനെ മോനെ എന്ന് മാത്രമേ വിളിച്ച് അവർ കമന്റ് അയക്കത്തുള്ളൂ. അവരുടെ മുമ്പിൽ എൻ്റെ വില കളയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തമാശയായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച കുറേ അമ്മമാരുണ്ടല്ലോ. അതായത് സുധിച്ചേട്ടൻ്റെ അടുത്തുള്ളൊരു ബഹുമാനം കാരണം ഈ ചേച്ചി എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് പോകുന്നെങ്കിൽ പോട്ടെന്നും പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് എത്തിച്ച കുറേ അമ്മമാരുണ്ട്. അവരെയൊക്കെ ചതിച്ചുകൊണ്ടിരിക്കുക രേഷ്മ ചേച്ചി. അവരൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കണം, നിങ്ങളെയൊക്കെ മുതലാക്കിക്കൊണ്ടാണ് ഈ രേഷ്മ ചേച്ചി ഇങ്ങനെയുള്ള കോപ്രായങ്ങളും പ്രഹസനങ്ങളും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനകത്തുനിന്ന് ഒരു അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ മോനെ എനിക്ക് ചതുവ് പറ്റി ഞാൻ കുറേ നാൾ കൊണ്ട് രേഷ്മ എന്ന് പറഞ്ഞ ഈ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സുധിച്ചേട്ടനോടുള്ള ഒറ്റ ബഹുമാനം കാരണം, രേഷ്മ ചേച്ചിയോടുള്ള ബഹുമാനം കാരണമല്ല, സുധിച്ചേട്ടനോടുള്ള ഒറ്റ ബഹുമാനം കാരണം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പൊക്കോട്ടെ, 2 മക്കളെ എങ്ങനെയെങ്കിലും നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് സപ്പോർട്ട് ചെയ്യും തോറും തലേ കയറിയിരുന്ന കസാരകളി കളിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ എല്ലാ റിയാക്ഷൻ ചാനൽസും നാഴികയ്ക്ക് 40 വട്ടം വന്ന് കിടന്ന് റിയാക്ഷൻ വീഡിയോസ് എടുത്തെടുത്ത് പറയുന്നുണ്ട് രേഷ്മ ചേച്ചിയുടെ സ്വഭാവം. എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ വളർന്നു വരുന്നത്, ഈ ഫെയിം കിട്ടുന്നത് എവിടെ നിന്നാണെന്ന്. ആ സുധിച്ചേട്ടനോടുള്ള ഒറ്റ ബഹുമാനം കാരണം ഇതേ കൂട്ടുള്ള അമ്മമാര്
സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് രേഷ്മ ചേച്ചി ഇത്രയും ഒരു ഫെയിമിൽ വന്ന് നിൽക്കുന്നത്. അല്ലാതെ അഭിനയ മികവ് കൊണ്ടൊന്നും അല്ല. ഇത് തന്നെ ഞാൻ ഒരു വീഡിയോക്കകത്ത് കുറേ വീഡിയോസിനകത്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അഭിനയ മികവ് കൊണ്ടൊന്നും അല്ല ചേച്ചിയെ വിളിക്കുന്നത്. വെറും നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി മാത്രം, അതിൽ കൂടെ ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി, ഈ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഈ രേഷ്മ ചേച്ചി ഇതോട്ടുള്ള ഇനാഗ്രേഷനും പ്രൊമോഷൻസിനും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഇത് കഴിഞ്ഞ് രേഷ്മ ചേച്ചി ആ കാറിന്റെ ഫ്രണ്ടിൽ പോകുമ്പോൾ പോലും മീഡിയക്കാരൻ ഇതിൽ തൂങ്ങിക്കൊണ്ട് ചെന്നേക്കുക. എന്നിട്ട് ചോദിക്കുക ചേച്ചി ക്യാമറക്കാട്ട് കിട്ടിയില്ല, അതേ ഡയലോഗ് ഒന്നുകൂടി പറയുമെന്ന്. അന്ന് ഞാൻ കേൾപ്പിച്ചു തരാം, എന്നിട്ട് ബാക്കി പറയാം. സൈഡിൽ വെച്ചുതരാം, നോക്കിക്കോ. കുറുനരി എന്ന് പറയുന്നത് അറിയരുതോ? അറിയരുതോ? അങ്ങനെ പറഞ്ഞാൽ എനിക്കും രാവിലെ ഞാൻ പറയല്ലോ എന്നുള്ള ഒറ്റ ഉള്ളൂ. അതുകൊണ്ട് സംസാരിച്ചില്ല. എനിക്ക് നല്ല അത്ര കിട്ടിയരുതോ? കേട്ടല്ലോ, നല്ല ക്ലിയർ ആയിട്ടാണ് രേഷ്മ ചേച്ചി അവിടെ ആ ചീത്ത വിളിച്ചേക്കുന്നത്. ഈ ചീത്ത വാക്കുകൾ പറയാൻ വേണ്ടി ചേച്ചിക്ക് ഏത് സർക്കാരാ കാശി തന്നേ? എനിക്ക് മനസ്സിലാവാത്തൊരു ചോദിച്ചതേ ഉള്ളൂ. അതിനും കൂടെ ഒരു ക്ലാരിറ്റി എന്നാൽ കൊള്ളായിരിക്കും. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ പുതിയൊരു നടനെയും കൂടെ ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമോ കേട്ടോ. എന്തായാലും നല്ല രീതിക്ക് തന്നെ ഏറി കയറാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. കാരണം ചേച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള നടന്മാരെല്ലാം അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കും. ഇനിയിപ്പോൾ ഈ പുള്ളിക്കാരനെ കയറാനുള്ള ചാൻസ് 199% കാണുന്നുണ്ട്. കാത്തിരുന്നും കണ്ടിരുന്നും തന്നെ അറിയേണ്ടിയിരിക്കും. ഇതൊക്കെ പറയുമ്പോഴേ രേഷ്മ ചേച്ചിയുടെ ആ ഒരു ഡയലോഗ്, രേഷ്മ ചേച്ചിയുടെ ആ ഒരു കോസ്റ്റ്യൂം മുങ്ങിപ്പോകരുതല്ലോ. എന്തായാലും നമുക്ക് ആ കോസ്റ്റ്യൂമിനെ കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ആദ്യമേ ആ വീഡിയോ ഒന്ന് കാണാം. ഹായ് രേണു, രാവിലെ സുന്ദരിയാണല്ലോ. രാത്രി സുന്ദരി രാവിലെ സുന്ദരിയല്ലേ ചേട്ടാ? എന്തിന്റെ ഷൂട്ടിന് റെഡി ആയല്ലേ? പുതിയ ഗെറ്റപ്പ് ആണല്ലോ അത്. നല്ലതല്ലേ ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പാണ് ഡയറക്ടർ ഈ പാവട വായിച്ചേ. എന്റെ പൊന്നെ, ആ മീഡിയക്കാരൻ എങ്ങനെ പരമാവധി ചേച്ചിയെ പുകഴ്ത്തി അടിക്കുക, അതേ എന്റെ പീക്ക് ലെവലിൽ നിന്നാ പുള്ളിക്കാരനെ പുകഴ്ത്തുന്നത്. ഇതിനൊക്കെ പുള്ളിക്കാരന് പേയ്മെന്റ് കൊടുക്കുമായിരിക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ ആരും പുകഴ്ത്തത്തില്ലേ? ചേച്ചിയുടെ കോസ്റ്റ്യൂമിനെ കുറിച്ച് വിശദമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ ആണെങ്കിൽ സ്കൂളിൽ ഈ ജനാലയ്ക്കകത്തൊക്കെ കുട്ടികളാണെങ്കിൽ കത്രികയും വെച്ച് പേപ്പർ വെട്ടിയിട്ട് തോരണം ഒട്ടിക്കും. ഇതിനകത്ത് ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട് തൂക്കിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടോ അതേ കൂട്ടി തന്നെ ഇരിപ്പുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ വില മാത്രം ചേച്ചിയെടുത്ത് ചോദിച്ചേക്കല്ലേ. കാരണം 99 രൂപയുടെ സാധനം ആണെങ്കിലും അത് 990 രൂപയുടെ സാധനമാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി ചേച്ചിക്ക് പ്രത്യേകതര കഴിവ് തന്നെ ഉണ്ട്. അതിന് ഉദാഹരണം എല്ലാവരും 200 രൂപയുടെ ചെരുപ്പ് കൊണ്ടുവന്നിട്ട് 35,000 രൂപയുടെ ചെരുപ്പ് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെ രേഷ്മ ചേച്ചിയുടെ ഡബിൾ സ്റ്റാൻഡിൽ നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, തള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കഴിവാണ്. ഇനി ഇതിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്വർണ്ണ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഏറ്റവും കൂടുതൽ ചേച്ചിയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെ ആ സ്വർണ്ണ വിഷയം. രേഷ്മ ചേച്ചി സ്വർണ്ണം കടത്താൻ വേണ്ടിയാണോ റാസൽ കൈമയിലോട്ട് പോയെന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നത്. ഇനി ഇതിനെ സംബന്ധിച്ച് നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മീഡിയക്കാരനാണെങ്കിൽ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ടൊരു സംഭവം അവിടെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഞാൻ സൈഡിലോട്ട് വെച്ച് തരാം, നിങ്ങളത് കണ്ടു നോക്ക്. സ്വർണ്ണ പോലീസാണോ? ഇത് ചേച്ചി മേടിച്ചത് എത്ര രൂപ? ചേച്ചി മേടിച്ചത് ചിട്ടിയുണ്ടോ? ലക്ഷങ്ങൾ കോടികൾ എത്ര കോടി വരും? ഇതാരും തന്നെയാ എന്റെ ചേച്ചി. ചേച്ചിയുടെ സ്നേഹ സമ്മാനമാണോ? എവിടെന്നാ വാങ്ങിച്ച ജ്വല്ലറി? എന്തോ അവളുടെ എന്തോ പണി. ചേച്ചിയെ സൂക്ഷിച്ചോ ഈ ചേച്ചിയെ, സ്വർണം കട്ടത് ആരപ്പ, രേഷ്മയോ അതോ ചേച്ചിയോ? എന്തായാലും കൊള്ളാം കേട്ടോ, തള്ളുന്ന തള്ളൊക്കെ കൊള്ളാം. പക്ഷെ തള്ളിയ സ്ഥലം മാറിപ്പോയെന്ന് നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. ഇവിടെ ആണെങ്കിൽ രേഷ്മ ചേച്ചി ആ സ്വന്തം ചേച്ചിയും കൂടെ വലിച്ചഴിച്ചിട്ടുണ്ട്. ചേച്ചി ആണെങ്കിൽ ചിട്ടി എടുത്തിട്ട് രേഷ്മ ചേച്ചിക്ക് സ്വർണ്ണ കൊലുസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്നാ അവിടെ പറയുന്നത്. ചിട്ടി എടുത്തിട്ട്, അതായത് ഇത്രയും ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഓരോ ഇനാഗ്രേഷന് പോകുന്ന രേഷ്മ ചേച്ചി വെറും സബ്സ്ക്രിപ്ഷനിൽ കൂടെ മാസം 6 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്ന രേഷ്മ ചേച്ചി ഒരു ജോലിക്കും പോവാതെ വീട്ടിലിരിക്കുന്ന സ്വന്തം ചേച്ചി ചിട്ടി പിടിച്ച് സ്വർണ്ണ കൊലുസ് ഈ രേഷ്മ ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടെന്ന് വിശ്വസിക്കാൻ ഞങ്ങളൊക്കെ എന്ത് പൊട്ടരോ? എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ ഈ വീഡിയോ കാണുന്നവരും ദയവ് ചെയ്തിട്ട് ഇതിനെ തുടർന്നിട്ടുള്ള അഭിപ്രായം, എന്തയച്ചില്ലെങ്കിലും ഇതിനെ തുടർന്നിട്ടുള്ള അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. അറിയാനാ, കാരണം ഈ രേഷ്മ ചേച്ചി വന്ന് കിടന്ന് തള്ളുന്ന തള്ളൊക്കെ ആൾക്കാർ വിശ്വസിക്കുന്നില്ലെന്നൊന്നും കൂടെ ഒന്ന് അറിയിക്കണമല്ലോ. രേഷ്മ ചേച്ചി വിചാരിക്കുന്ന രേഷ്മ ചേച്ചി എന്ത് വന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കാൻ ആളുണ്ടെന്നാ. ആ ചെരുപ്പിന്റെ വിഷയം എടുത്ത് നോക്കിയാൽ മതി, 35,000 രൂപയുടെ ചെരുപ്പെന്ന്. സത്യമൊക്കെ വെളിയിൽ എന്നപ്പോൾ രേഷ്മ ചേച്ചി പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ തമാശയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തമാശയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്ന പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ലേ ചേച്ചിയുടെ തമാശ. നിങ്ങളെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. അതായത് രേഷ്മ ചേച്ചി എടുത്ത് ഏതെങ്കിലും മീഡിയാസ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും സബ്സ്ക്രിപ്ഷനെ തുടർന്നിട്ടുള്ളത്, അതിനും ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട്. ഞാൻ സൈഡിൽ വെച്ച് തരാം, അതും നിങ്ങളത് കേട്ട് നോക്ക്. ലജ്ജയാണ് തോന്നുന്നത്. കാരണം വെറും വൃത്തികെട്ട പരിപാടിയിൽ നിന്ന് വൃത്തികെട്ട പരിപാടിയാണ് ഈ ചെറ്റകളായിട്ടുള്ള
കുറച്ച് പേര് വ്ളോഗേഴ്സ് ഇവന്മാരെ എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് ചെറ്റകള് അത് ആസ്വദിച്ചിട്ട് പുറത്തു വിടുന്നത്. ഇവന്മാരെ എന്താണ് പറയേണ്ടത്? എന്റെ പ്രൊമോഷനായിട്ട് ഞാൻ കാണുന്നു. എന്തായാലും കൊള്ളാം. ഇതിനാ പണ്ടുള്ളവർ പറയുന്ന ഒരു വായിൽ രണ്ട് സംസാരമൊന്നും. അതായത് ചേച്ചി ആണെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് സബ്സ്ക്രിപ്ഷനെ കുറിച്ചുള്ളതാ. അതായത് കുറച്ച് യൂട്യൂബേഴ്സ് അത് പുറത്ത് കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്ത് ചേച്ചിയെ അണച്ചു വിടുന്നുണ്ടെന്ന്. ഇപ്പൊ ചേച്ചി പറഞ്ഞിട്ടുള്ളൊരു കാര്യം വെച്ച് നോക്കുമ്പോൾ തുടക്കത്തിൽ ചേച്ചി പറഞ്ഞിട്ടുള്ളത് അവർ കാണിക്കുന്നത് ചെറ്റത്തരമെന്ന്. അടുത്തത് ചേച്ചി പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എനിക്കത് പ്രൊമോഷനാന്ന്. രണ്ട് സംസാരം അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ചേച്ചി എടുത്ത് ചെയ്യുന്നത് തെറ്റെന്നും രണ്ടാമത് ചേച്ചി പറഞ്ഞിട്ടുള്ളത് പ്രൊമോഷൻ എന്നും. ഏതെങ്കിലും ഒന്നേ ഉറച്ചു നിൽക്കി. അത് തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക. അതിനും ആൾക്കാർ കളിയാക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്കും ഇത് പ്രൊമോഷൻ മാത്രമാണെന്നാണ് പറയുന്നത്. എന്തുകൂടെ ഉദ്ദേശിക്കുന്നത്? പ്രൊമോഷനാണെങ്കിൽ പ്രൊമോഷനായിട്ട് തന്നെ കളയണം. അല്ലാതെ കേസ് കൊടുക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയായിട്ട് വരുന്നതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനിയും പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കും. ചേച്ചി പറയുന്ന ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ അവരുടെ ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ അങ്ങ് കുറഞ്ഞു പോകുന്ന രീതിയാണ്. ഈ ഒരു പ്രൊമോഷൻകാരനെ കൂടുന്നല്ലേ പറയുന്നത്? കൂടട്ടെ, ചേച്ചിക്ക് അങ്ങനെങ്കിലും ഒരു ഇത് കേട്ടെ. ചേച്ചി കാണിക്കുന്നതൊക്കെ നല്ലത്. അതിനെ ആരെങ്കിലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം അങ്ങ് കുറ്റം. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ചേച്ചി ഇതോട്ടുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ടും അതിനെ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. അതിനാണ് ഞങ്ങൾ ഇങ്ങനെ റിയാക്ഷൻ ചാനൽ എടുത്ത് വെച്ചേക്കുന്നത്. എന്തായാലും ഇതിനെയൊക്കെ തുടർന്നിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് അയച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ചെയ്തേക്കാം. ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലും അവിടെ വെച്ചൊക്കെ വീഡിയോ ഹൈപ്പും ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ. ഞാൻ സ്ട്രൈറ്റ് പോകാം. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.